Praise the Lord. Hallelujah, hallelujah, hallelujah. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം ഇവിടെ വായിക്കുന്നു. 121 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. നമുക്ക് വളരെ സുപരിചിതമായും നമ്മൾ കാണാതെ പഠിച്ചിരിക്കുന്നതായൊരു സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. ഈ 121 സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഒരു സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ ഭൂമിയിൽ ആമീൻ ഒരു സഹായമില്ലാതെ നമുക്ക് സ്വന്തമായി ജീവിക്കുവാൻ ഒരിക്കലും കഴിയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജനനം തൊട്ട് നമ്മുടെ മരണം വരെ, ഒന്നുകൂടെ പറഞ്ഞാൽ നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മെ മണ്ണിലടക്കുന്നതിന് വരെയും മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരു സഹായവുമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് ആർക്കും കഴിയില്ല. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ പലരും പറയാറുണ്ട്, എനിക്കാരുടെയും സഹായം വേണ്ട, എനിക്കാരും ഒന്നും ചെയ്യണ്ട, ഞങ്ങളെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട, ഞങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞൊഴിയുന്ന അനവധി ആളുകളെ കാണാൻ കഴിയും. ഞാൻ അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കട്ടെ, നിങ്ങൾക്കാരുടെ ഒന്നും വേണ്ട, നിങ്ങൾക്കൊരു സഹായവും വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് ദൈവഹിതവുമല്ല, അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന സാത്താനാണ്. ഹല്ലേലൂയ. കാരണം ഒരു സഹായവും ഇല്ലാതെ ജീവിക്കാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ അഭിപ്രായത്തിനും എൻ്റെ ജീവിതത്തിലും ഞാൻ പറഞ്ഞാൽ, ഞാൻ ജനിച്ച നാൾ തൊട്ട് ഞാൻ വളർന്ന് സ്വന്തമായി കാലിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നിടം വരെ എൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി ചെയ്യുവാൻ, എനിക്ക് ജോലി തരുവാൻ അതിനും മറ്റൊരാളുടെ സഹായം എനിക്ക് ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. എന്നെ നേരായ പാതയിലേക്ക് നടത്തുവാൻ, എന്നെ നേരായ വഴിയുടെ കൊണ്ടുപോകാൻ അതിനും മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. ചിലരൊക്കെ പറയുന്നത് കേട്ടാൽ ചിന്തിക്കും, ഞങ്ങളെല്ലാം വന്നപ്പം തന്നെ ഇങ്ങ് കൊണ്ടുവന്നതാണെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ആമീൻ. നിഗളിക്കാതെ അഹങ്കരിക്കാതെ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളോർത്ത് നീ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. മറ്റൊരാളുടെ സഹായമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അല്ല, ഞങ്ങൾക്ക് ആരുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നീ നീ ചില അഹങ്കാരം കാണിക്കുമ്പോൾ, അഹങ്കാരം പറയുമ്പോൾ, അത് പോഷ്ക്ക് പറയുമ്പോൾ, നീ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നതാണ് നിന്നെ കണ്ടത് പറയിപ്പിക്കുന്നത് പിശാച. ഹല്ലേലൂയ. നമുക്കെല്ലാത്തിനും ഒരു സഹായം ആവശ്യമാണ് പ്രിയരെ. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എനിക്കൊരു സഹായം ആവശ്യമാണെന്ന്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരന് പോലും ഒരു സഹായം ആവശ്യമായി വന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമുക്കൊക്കെ എത്രയോ സഹായങ്ങൾ ആവശ്യമായി വന്നിരിക്കും, നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചു പോകുവാനിടയാകരുത്. വചനം പറയുന്നത്, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നുവെന്ന് ഹല്ലേലൂയ 37 സങ്കീർത്തനം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കുന്ന ഒരു മനോഹരമായ കാര്യമെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ, ആർക്കാണ് പ്രസാദം തോന്നുന്നത്? ദൈവത്തിന് പ്രസാദം തോന്നണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ ജീവിതത്തിലും നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലും മാതാപിതാക്കളുടെ ജീവിതത്തിലും നിൻ്റെ മക്കളുടെ ജീവിതത്തിലും എല്ലാം ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, ഹല്ലേലൂയ, ദൈവം നിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്നാണ് വചനം പറഞ്ഞത്. അല്ലാതെ നിൻ്റെ സ്വന്തം കരുത്തോ സ്വന്തം കഴിവോ സ്വന്തം പ്രാപ്തിയൊന്നും അല്ല. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതെല്ലാം വ്യർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, എൻ്റെ വഴികൾ ദൈവത്തിൻ്റെ വഴികളാണെങ്കിൽ ദൈവത്തിന് അതിനകത്ത് പ്രസാദം തോന്നിയാൽ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുമെന്ന് കർത്താവിനോട് സംസാരിച്ചത്. ഹല്ലേലൂയ. ഞാനതുകൊണ്ട് എന്ത് ചെയ്തു? എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ സമയങ്ങളെ മുഴുവൻ വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. അപ്പം വീണ്ടും ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 34-6 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവനെ വിടുവിച്ചു. അതെ, നമുക്ക് ഒരുപാട് കഷ്ടങ്ങളുണ്ടതേ. ഹല്ലേലൂയ. കഷ്ടങ്ങളില്ലാത്ത ആരെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ കഷ്ടങ്ങളില്ലാത്തവരും സങ്കടങ്ങളില്ലാത്തവരും കണ്ണുനീരില്ലാത്തവരും ദുഃഖമില്ലാത്തവരും വിവിധ പ്രശ്നങ്ങളാൽ വലയാത്തവരും
അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ മെസ്സേജിനടിയിൽ നിങ്ങൾ കമൻ്റ് ഇടണം. എനിക്ക് അങ്ങനെയുള്ളൊരിത് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വിശ്വാസ ജീവിത യാത്രയിൽ അനവധി ആളുകളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. അനവധി ആളുകൾക്ക് വേണ്ടി ദിനംതോറും പ്രാർത്ഥിക്കാറുണ്ട്. അനവർക്ക് വേണ്ടി ഉപവസിക്കാറുണ്ട്. ഇന്ന് പകലിൽ ഞാൻ വെള്ളിയാഴ്ചയാണല്ലോ, ഞാൻ ജനത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ആമേൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ എല്ലാവരുടെയും നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ നിന്ന് ഒരു സഹായം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കെൻ്റെ സ്വന്തം കാര്യം മാത്രം വേണേ നോക്കി ജീവിക്കാം. പക്ഷേ എന്നെപ്പോലെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് വെച്ച് നടിക്കുവാൻ, കണ്ടിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാൻ കഴിയാത്തത് കൊണ്ടാണ് എരിപൊരി ചൊരിയുന്ന വെയിലത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, പാസ്റ്റർക്ക് വേറെ പണിയില്ലെന്ന്. എനിക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല. ഞാൻ കടന്നു വന്ന മേഖല വളരെ ഭയാനകമായിരുന്നു, വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു, കണ്ണുനീര് നിറഞ്ഞതായിരുന്നു. മരണനിഴലിൻ താഴ്വരയിൽ നിന്നാണ് ദൈവം എന്നെ വിടുവിച്ച് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. അതിന് കാരണം അനവധി ആളുകളുടെ പ്രാർത്ഥനയാണ്. അതൊരു സഹായമല്ലേ? പലരും എന്നോട് പറയാറുണ്ട്, പ്രാർത്ഥനാ സഹായം വേണം പാസ്റ്റർ എന്ന്. കഴിഞ്ഞ രാത്രി ഒരു മാതാവിനെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥനാ സഹായം എനിക്ക് വേണം. ഹല്ലേലൂയ. ഒരിക്കലും എന്നെ മറന്നു പോകരുത്. ഞാൻ ആ സഹോദരി പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ പ്രാർത്ഥനയുടെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ ദൈവസന്നിധിയിലൊക്കെ നമുക്ക് സഹായം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ താണിരിക്കണം. അതിൽ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മോട് മനസ്സറിയും, ദൈവം നമ്മോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. സകല മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു. ഇവിടെ ഹൈന്ദവനെന്നോ ഇസ്ലാമെന്നോ ക്രിസ്ത്യനെന്നോ ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ പാർസിയെന്നോ ഒന്നും ദൈവത്തിനില്ല. എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് സഹായം ചോദിക്കുവാൻ നമ്മൾ ആരുടെ അരികെ പോകുകയും വേണ്ട. നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കണം. നമുക്ക് സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, എനിക്കൊരു സഹായം ആവശ്യമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഒരു സഹായത്തിന് വേണ്ടിയാണോ നീ നിലവിളിക്കുന്നത്? ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരുപക്ഷെ നിൻ്റെ ബന്ധക്കാരും സ്വന്തക്കാരും ചാർച്ചക്കാരും നിൻ്റെ ഉറ്റവരും ഉടയവരും നിൻ്റെ സന്തതാ സഹചാരികളൊക്കെ നിന്നെ മറന്നുപോയേക്കാം. നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരും നിന്നോട് സഹായം വാഗ്ദാനം ചെയ്തവരൊക്കെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്നെ കണ്ടാൽ പോലും കണ്ടാൽ പോലും മിണ്ടത്തില്ല. നിൻ്റെ ഫോണിലേക്ക് വിളിക്കത്ത പോലുമില്ല. നീ ഫോൺ വിളിച്ചാൽ അവരെടുക്കത്ത പോലുമില്ല. എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. വളരെ വാഗ്ദാനം പറഞ്ഞ പലരും മിണ്ടാതായി പോയി. പക്ഷേ അങ്ങനെ ഭൂമിയിൽ നിന്നും മനുഷ്യൻ്റെ സഹായങ്ങളെല്ലാം കുറയുമ്പോൾ സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് ദൈവത്തോട് നിലവിളിക്കണം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതിന് മറുപടി ദൈവം കൊടുത്തു. സംഗീതനക്കാരൻ തന്നെ പറയുകയാണ്, എല്ലാ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നീ ഒന്ന് സ്തോത്രം പറയാമോ? അതെ, ഇന്ന് പകൽ നിൻ്റെ കടക്കടി മാറ്റുവാൻ, നിൻ്റെ സങ്കടങ്ങൾ മാറ്റുവാൻ, നിൻ്റെ ദുഃഖങ്ങൾ മാറ്റുവാൻ, നിൻ്റെ ഭാരങ്ങൾ മാറ്റുവാൻ, രോഗങ്ങൾ മാറ്റുവാൻ, നിൻ്റെ അസമാധാനം മാറ്റുവാൻ, നിൻ്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത നൽകുവാൻ, നിനക്കൊരു നല്ല ജോലി തരുവാൻ ദൈവം ആഗ്രഹിക്കുക. കഴിഞ്ഞ ചില അനവധി ആളുകൾ ജോലി കിട്ടാൻ വേണ്ടി എന്നോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. അതൊരു സഹായമല്ലേ? നമുക്ക് ജോലി കൊടുക്കാൻ കഴിയില്ല, കാരണം നമുക്ക് പ്രസ്ഥാനങ്ങളൊന്നുമില്ല. പക്ഷേ നാം സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നാം സ്നേഹിക്കുന്നൊരു ദൈവം, ഈ അണ്ടകടാകത്തെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടങ്ങി ഭരിക്കുന്നവൻ, ഈ അനന്തവിശാലമായി വരന്നു കിടന്ന ഈ കടൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. തിരമാലകൾ ഉയർന്നും പൊങ്ങിയും താണും കരയിലേക്ക് ആഞ്ഞു വീശി വരുന്നത് പോലെ മാത്രമല്ല, ഈ കടലിന് മുകളിൽ അനന്തവിശാലമായ രീതിയിൽ വിരിക്കപ്പെട്ട് കിടക്കുന്ന സ്വർഗം. ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെ കീഴിൽ ദൈവം നമ്മെ ഇവിടെ നിർത്തിയിരിക്കുമ്പോഴേ നമുക്കൊരു സഹായം ദൈവത്തിന് ആവശ്യമാണ്. ദൈവസഹായമില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ സഹായം നഷ്ടമായാൽ നമുക്ക് വേണേൽ ജീവിക്കാം, പക്ഷേ ദൈവസഹായമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു,
എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ കഷ്ടതയിലൂടെ സംഘടെ കടന്നു പോകുന്ന, നിരാശയിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ജനത്തിന് ഒരാശ്വാസവും സമാധാനം കൊടുക്കണമേ. കഷ്ടതയിലൊരാശ്വാസമായി ദൈവരോട് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.